ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഒരു ട്രാവൽ വ്ളോഗിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലം റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഡൽഹിയിലെ തന്നെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസിലൊന്നാണ് റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട. ഈ കാണുന്ന ഇതാണ് ചെങ്കോട്ട. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ രാജഭരണകാലത്താണ് ഷാജഹാൻ ചക്രവർത്തി ഇതിൻ്റെ പണി ആരംഭിക്കുന്നത്. 1639 ആരംഭിച്ച് 9 വർഷം കൊണ്ടാണ് ചെങ്കോട്ടയുടെ പണി പൂർത്തിയാക്കിയത്. രാജസ്ഥാൻ, ബംഗാൾ, ഹിമാലയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഇതാണ് ലാഗോറി ഗേറ്റ്. ഇത് ചെങ്കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ തെക്കു ഭാഗത്തായിട്ട് ഡൽഹി ഗേറ്റുമാണുള്ളത്. അങ്ങനെ 2 പ്രധാന കവാടങ്ങളാണ് ഈ ചെങ്കോട്ടയ്ക്കുള്ളത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 33 മീറ്ററാണ്. അതുപോലെ തന്നെ 2.5 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഈ ലാഹോറി ഗേറ്റിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഓഗസ്റ്റ് 15-ന് പതാക ഉയർത്തുന്നത്. ഇനി നമ്മൾ കാണുന്ന ഇതാണ് വൈറ്റ് സ്റ്റോൺ മണ്ഡപം. ഇതിന് പറയുന്നത് ദിവാനി ആം എന്നാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് റെഡ് സ്റ്റോൺ തന്നെയാണ്. ഇതിന് ഒരു നില കൂടിയുണ്ട്. ഇപ്പോൾ അത് മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുകൂടി കടന്നു പോകുമ്പോൾ വൈറ്റ് സ്റ്റോൺ മാർബിൾ കൊണ്ടുണ്ടാക്കിയതാണ്. നിങ്ങൾക്കപ്പോൾ ഇത് വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇതാണ് ദിവാനി ആമിൻ്റെ ബാക്ക് സൈഡ്. ഇത് ഫുള്ള് റെഡ് സ്റ്റോൺ കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വൈറ്റ് സ്റ്റോൺ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കവാടം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ മണ്ഡപമാണ് രാജാവിൻ്റെ ഭരണകാലത്ത് പ്രജകൾക്ക് നേരിട്ട് വന്ന് പരാതി ബോധിപ്പിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. അങ്ങനെ രാജാവ് വന്ന് ജനങ്ങളെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഈ കാണുന്ന ഇത് വൈറ്റ് മാർബിൾ കൊണ്ട് തീർത്ത ഒരു ബാൽക്കണിയാണിത്. ഇവിടെ ഇരുന്നിട്ടാണ് രാജാവ് പ്രജകളുടെ പരാതികളൊക്കെ കേൾക്കാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ യോദ്ധ അക്ബർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങും ഇവിടെ തന്നെയായിരുന്നു. ദൂരെ കാണുന്ന ആ കെട്ടിടങ്ങളൊക്കെ തന്നെ അന്നത്തെ കാലത്ത് രാജകുടുംബങ്ങൾ താമസിച്ചിരുന്ന ഏരിയ ആയിരുന്നു. ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നതാണ് മ്യൂസിയം. അന്നത്തെ രാജാക്കന്മാർ യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഗൺസ്, വെപ്പൺസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതൊക്കെ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് ഗ്ലാസ് ഇട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ ചെങ്കോട്ടയ്ക്കകത്ത് ചൗത്താ ചൗക്ക് എന്നറിയപ്പെടുന്ന ഒരു ബസാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മേൽക്കൂരയുള്ള ബസാർ എന്നാണ്. കാരണം 17-ാം നൂറ്റാണ്ടിൽ മേൽക്കൂരയുള്ള ബസാർ ചുരുക്കമായിരുന്നു. അതുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു പേര് വരാനായിട്ട് കാരണം. ആ സമയത്ത് രാജകുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു ഈ ബസാർ. അവർക്കുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഒക്കെയായിരുന്നു അവിടുത്തെ പ്രധാന കച്ചവടം.
ഇനി നമ്മൾ കാണുന്ന ഇതാണ് ദിവാനി ഹാം. ഇതൊരു പ്രൈവറ്റ് ഹാളാണ്. സ്പെഷ്യൽ ഗസ്റ്റിനും രാജകുടുംബങ്ങൾക്കും മാത്രമേ ഇതിൽ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ നിർമ്മാണത്തെപ്പറ്റി പറഞ്ഞാൽ വൈറ്റ് സ്റ്റോണും വൈറ്റ് മാർബിൾ കൊണ്ടുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കാണാനായിട്ട് എന്ത് ഭംഗിയാണല്ലേ. ഈ ഹാളിനകത്തായിരുന്നു രാജാവും ഇവിടെ വരുന്ന സ്പെഷ്യൽ ഗസ്റ്റുകളും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കാണുന്ന ഈ വെണ്ണക്കൽ മണ്ഡപമാണ് ഹീരമഹൽ. ഇത്തരത്തിലുള്ള മറ്റൊരു മണ്ഡപം കൂടെ ഇതിൻ്റെ വടക്കു മാറി സ്ഥിതി ചെയ്തിരുന്നു. അതിൻ്റെ പേര് മോത്തി മഹൽ എന്നായിരുന്നു. രണ്ട് മണ്ഡപങ്ങളും അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറാണ് നിർമ്മിച്ചത്. 1857 ലഹളയ്ക്ക് ശേഷം മോത്തി മഹൽ പൊളിച്ചു നീക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇത് വലിയ ഒരു ഗാർഡൻ ആയിരുന്നു അന്നത്തെ കാലത്ത്. ഈ പൂന്തോട്ടത്തിൻ്റെ പേര് ഹയാത്ത് ബഷ് പൂന്തോട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ നടുവിലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതാണ് സഫർ മഹൽ. ഇതിന് പുറകിൽ കൂടിയാണ് യമുനാ നദി ഒഴുകുന്നത്. അങ്ങനെ നമ്മുടെ ചെങ്കോട്ടയിലെ കാഴ്ചകളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ അതുകൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായിട്ട് വരും വരെ എല്ലാവർക്കും ബൈ ബൈ.